ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ UDF അവിശ്വാസ വികസനത്തിന് തുരങ്കം വയ്ക്കാനാണെന്ന് LDF അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് എന്ന നിലയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല. നമുക്കിതിലൊരു ബന്ധവുമില്ല. നമ്മളിപ്പോൾ 4 വർഷമായിട്ട് CPM ജനപ്രതിനിധിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള ഈ ഒരു ടൈം ഞാൻ ഈ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ഇത് പൂർത്തീകരിക്കും. ഞങ്ങൾ 10 മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ നിലപാട് തന്നെയാണ് എനിക്ക് ഇനിയും. PV അൻവറിന്റെ കളിപ്പാവുകളായി UDF നേതൃത്വത്തിലെ ചിലർ മാറിയിട്ടുണ്ട്. അൻവറിന്റെ രാഷ്ട്രീയ കളിയിൽ UDF അംഗങ്ങളിലും ഭിന്നിപ്പ് പ്രകടമാണ്. അവിശ്വാസം പൊളിയുന്നതോടെ UDFനും അൻവറിനും ഇത് ബോധ്യപ്പെടും. LDF ഭരണസമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഭരണത്തെ നയിക്കും. കാലുമാറ്റവും ഭരണ അട്ടിമറിയും ആഗ്രഹിക്കുന്നവരുടെ കുപ്രചരണങ്ങൾ തള്ളിക്കളയണം. ചൊവ്വാഴ്ചയാണ് UDF അംഗങ്ങൾ ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ നോട്ടീസ് നൽകിയത്. ഒരു കാരണവും ബോധിപ്പിക്കാതെ പ്രസിഡന്റിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്നുവെന്ന ഒറ്റവരി പ്രമേയമാണ് നോട്ടീസിലുള്ളത്. എന്നാൽ LDFിലെ 10 അംഗങ്ങളും ഭരണപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് അറിയിച്ചു. ജില്ലയിൽ മാതൃകാപരമായി ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ വിജയകരമായി നടത്തിയ പഞ്ചായത്താണിത്. അഴിമതിയില്ലാതെ ജനകീയ പദ്ധതികൾ നടപ്പിലാക്കിയ LDF ഭരണമാണ് പിന്നിട്ട വർഷങ്ങൾ. പ്രതിപക്ഷത്തിന് പോലും അഴിമതി ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. വികസന രംഗത്ത് എല്ലാ ജനപ്രതിനിധികളെയും ഒരുമിപ്പിച്ച് ഭരണം നയിക്കുന്ന പഞ്ചായത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ഒറ്റക്കെട്ടായി 10 അംഗങ്ങളും അവിശ്വാസത്തെ പരാജയപ്പെടുത്തുമെന്നും അംഗങ്ങൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, ചുങ്കത്തറ ലോക്കൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ, ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് TP റീന, വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR ജയചന്ദ്രൻ, അംഗങ്ങളായ മുജീബ് തറമ്മൽ, ബിന്ദു കുരിക്കശ്ശേരി, ഹാൻസി K ജോയ്, രതീഷ് മഠത്തിൽ, ഷാജഹാൻ ചെലൂർ, ബിനീഷ് കൊച്ചുപറമ്പിൽ, PV പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ്, തിരൂർ റോഡ്, മൈലപ്പുറം, മലപ്പുറം.